Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കി. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും. നർത്തകൻ RLV രാമകൃഷ്ണനെതിരെ നടന്ന അധിക്ഷേപത്തിനെതിരെ പയ്യന്നൂരിൽ പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം. നർത്തകിയും ചിത്രകാരിയുമായ ലീജ ദിനൂബ് പ്രതിഷേധ മോഹിനിയാട്ടം അവതരിപ്പിച്ചു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ പരിപാടി. രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച്. മാർച്ചിൽ പങ്കെടുത്തത് 100 കണക്കിന് ആളുകൾ. വലിയപറമ്പ് കൗവായിക്കായലിൽ മത്സ്യബന്ധനത്തിനായി തൊഴിലാളികൾ ഇറക്കിയ വലകൾ ഹൌസ് ബോട്ട് ഓടിച്ച് കയറ്റി നശിപ്പിച്ചതായി മത്സ്യത്തൊഴിലാളികൾ. നശിച്ചത് 6ഓളം മത്സ്യത്തൊഴിലാളികളുടെ വലകൾ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കി. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ 3ാം ഘട്ട പര്യടനം പൂർത്തിയാക്കിയപ്പോൾ മറ്റ് 2 സ്ഥാനാർത്ഥികളും 2ാം ഘട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട്. കാസർഗോഡ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നണി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടിലാണ്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തി പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോകൾ, കൺവെൻഷനുകൾ എന്നിവയിൽ പങ്കെടുത്ത വോട്ടർമാരെ സ്ഥാനാർത്ഥികൾ നേരിട്ട് കണ്ടു കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ മണ്ഡലത്തിൽ 3 റൗണ്ട് പര്യടനം ഇതിനകം പൂർത്തിയാക്കി. വിവിധ സ്ഥാപനങ്ങൾ, തൊഴിൽശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ സന്ദർശിക്കുകയും ഒപ്പം പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ടും അദ്ദേഹം വോട്ടഭ്യർത്ഥന നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താനാകട്ടെ 1ാം ഘട്ട പര്യടനം പൂർത്തിയാക്കി. സ്ഥാനാർത്ഥി ഈ മാസം പയ്യന്നൂരിൽ എത്തുന്നതോടെ 2ാം ഘട്ട പര്യടനം പൂർത്തിയാകും. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന റോഡ് ഷോകളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പങ്കെടുത്ത് പ്രധാന ടൗണുകളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് പൊതുയിടങ്ങൾ എന്നിവിടങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി. NDA സ്ഥാനാർത്ഥി ML അശ്വിനിയും മണ്ഡലത്തിൽ 2 ഘട്ട പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ മാസം 28 രാവിലെ 11 മണിക്ക് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയ സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥനയും നടത്തി. വിവിധ ഘട്ട പ്രചരണ പ്രവർത്തനം പൂർത്തിയാക്കിയതോടെ സ്ഥാനാർത്ഥികളുടെ പര്യടനം അടുത്ത ദിവസം മുതൽ ആരംഭിക്കും. ചെറു പൊതുയോഗങ്ങളിൽ സംസാരിച്ചും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും പര്യടനം ഊർജിതമാക്കാനുള്ള നീക്കത്തിലാണ് സ്ഥാനാർത്ഥികൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നർത്തകൻ RLV രാമകൃഷ്ണനെതിരെ നടന്ന വംശീയ അധിക്ഷേപത്തിനെതിരെ പയ്യന്നൂരിൽ പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. നർത്തകിയും ചിത്രകാരിയുമായ ലീജ ദിനൂബ് പ്രതിഷേധ മോഹിനിയാട്ടം അവതരിപ്പിച്ചു. നർത്തകൻ RLV രാമകൃഷ്ണനെതിരെ നടന്ന വംശീയ അധിക്ഷേപത്തിനെതിരെയാണ് പയ്യന്നൂരിൽ പട്ടികജാതി ക്ഷേമ സമിതി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത്. ഷെണായി സ്ക്വയറിൽ കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി KU രാധാകൃഷ്ണൻ പ്രതിഷേധ സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള സത്യഭാമന്മാരെ പോലുള്ള ആളുകളുടെ ഇത്തരം ജൽപ്പനങ്ങൾ ഇതിലും 2 അഭിപ്രായം ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ചു. അങ്ങനെയാണല്ലോ പണ്ടേ നമ്മുടെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഏത് പറഞ്ഞു കഴിഞ്ഞാൽ 2 അഭിപ്രായം. ഭിന്നിപ്പിക്കുണ്ടാക്കുന്ന അങ്ങനെയാണ്. ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാമോ ആ രീതിയിലെല്ലാം ഭിന്നിപ്പിക്കുകയാണ്. TV ഷീബ അധ്യക്ഷയായി. C അശോകൻ, T ബിജു എന്നിവർ സംസാരിച്ചു. നർത്തകിയും ചിത്രകാരിയുമായ ലീജ ദിനൂബ് പ്രതിഷേധ മോഹിനിയാട്ടം അവതരിപ്പിച്ചു.
നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തൃക്കരിപ്പൂരിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച്. നൂറുകണക്കിന് ആളുകൾ മാർച്ചിൽ അണിനിരന്നു. പൗരത്വ നിയമത്തിനെതിരെ UDFന്റെ താക്കീതായി രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിലുള്ള നൈറ്റ് മാർച്ച്. രാത്രി 10 മണിയോടെ തങ്കയം താലൂക്ക് ആശുപത്രിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിനിരുന്നത്. നൈറ്റ് മാർച്ച് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താനോടൊപ്പം UDF നേതാക്കളായ PK ഫൈസൽ, VKP ഹമീദ് അലി, AGC ബഷീർ, P കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, TC റഹ്മാൻ, VK രവീന്ദ്രൻ, PKC റൌഹാജി, സത്താർ വടക്കുംപാട്, VK ബാവ, PV മുഹമ്മദ് അസ്ലം, KV വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. വലിയ പറമ്പ് കവായിക്കായലിൽ മത്സ്യബന്ധനത്തിനായി തൊഴിലാളികൾ ഇറക്കിയ വലകൾ അനിയന്ത്രിതമായി ഹൌസ് ബോട്ട് ഓടിച്ചു കയറ്റി നശിപ്പിച്ചതായി മത്സ്യത്തൊഴിലാളികൾ. കായലിലെ മെട്ടമ്മൽ കരീമിന്റെ കടവിന് സമീപമാണ് 6 മത്സ്യത്തൊഴിലാളികളിൽ ഇറക്കിയ വലകൾ പൂർണ്ണമായും നശിപ്പിച്ചതെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. മത്സ്യത്തൊഴിലാളികളായ ഇടയിലക്കാട്ടിലെ VK ലക്ഷ്മണൻ, V കുഞ്ഞിരാമൻ നായർ, O രാജൻ, TP പത്മനാഭൻ, O കുഞ്ഞികൃഷ്ണൻ, മെട്ടമ്മലിലെ TP അബൂബക്കർ എന്നിവരുടെ 12 സെറ്റ് വലകളാണ് ഹൗസ് ബോട്ട് ഓടിച്ചു കയറ്റി നശിപ്പിച്ചത്. 10,000 രൂപ വില വരുന്ന ചെമ്മീൻ, കരിമീൻ വലകൾ പൂർണ്ണമായും കീറി നശിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് സംഭവം. തെക്ക് വയലോടി ഭാഗത്തു നിന്ന് വടക്ക് ഇടയിലക്കാട് ബണ്ട് ഭാഗത്തേക്ക് ഹൗസ് ബോട്ട് വരുമ്പോഴാണ് സംഭവമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. 5 മണി മുതൽ ഞങ്ങൾ തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി വല പുഴയിലിട്ട് വെക്കുന്നതാണ്. ഇന്ന് 6 മണിക്ക് ബോട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളെല്ലാ വലയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. ഞങ്ങൾ അത് വല പിടിച്ച് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും തന്നെ ഈ ബോട്ടിൻ്റെ ഹൗസ് ബോട്ടിൻ്റെ പരിസരത്തെത്തുകയും അത് ധിക്കരിച്ചുകൊണ്ട് അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ട് അത് ഞങ്ങളെല്ലാവരും വലയും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഹൗസ് ബോട്ടിൻ്റെ പ്രൊപ്പല്ലറിൽ കുടുങ്ങി 200 മീറ്ററോളം ദൂരം കീറിയും ചുഴറ്റിയുമാണ് മത്സ്യബന്ധന വലകൾ നശിച്ചത്. ഏതാണ്ട് 5,000 മുതൽ 10,000 രൂപ വരെയുള്ള നഷ്ടം ഓരോ മത്സ്യത്തൊഴിലാളിക്കും ഉണ്ടായതായി ഇവർ പറഞ്ഞു. തൃക്കരിപ്പൂർ മത്സ്യഭവനിലും ചന്ദേര പോലീസിലും വലകൾ നഷ്ടപ്പെട്ട 6 തൊഴിലാളികൾ പരാതി നൽകിയിട്ടുണ്ട്. ദീപപ്രഭയിൽ മുങ്ങി പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. നവീകരണ കലശത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ലക്ഷം ദീപം സമർപ്പണം നടന്നു. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നവീകരണ കലശ മഹോത്സവത്തിന്റെ സമാപന ദിവസം ക്ഷേത്രത്തിൽ ലക്ഷദ്വീപ സമർപ്പണം നടന്നു. ക്ഷേത്രം മേൽശാന്തിയിൽ നിന്നും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ AV മാധവ പൊതുവാൾ, മോഹനൻ പുറച്ചേരി, അനിൽ പുത്തലത്ത് എന്നിവർ ചേർന്ന ദീപം ഏറ്റുവാങ്ങി ഭക്തജനങ്ങൾക്ക് പകർന്നു നൽകി. ആയിരക്കണക്കിന് ചിരാതുകളിലെ ലക്ഷം ദീപങ്ങളിലേക്ക് ഭക്തജനങ്ങൾ വെളിച്ചം പകർന്നു. ക്ഷേത്രനടയ്ക്ക് പുറമെ ക്ഷേത്രക്കുളത്തിന് ചുറ്റിലുമായി വിശ്വാസികൾ ദീപം തെളിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ബീഡി തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്ന പരിപാടി ബീഡി തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ബീഡി തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്ന പരിപാടി ബീഡി തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. കാലമായി ഗവൺമെന്റ് സ്വീകരിച്ച നടപടി അതിൽ മാറ്റം വരുത്തണം എന്നാവശ്യപ്പെട്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് KV നാരായണൻ അധ്യക്ഷത വഹിച്ചു. PV കുഞ്ഞപ്പൻ, P സന്തോഷ്, അപ്യാൽ രാഘവൻ, VV പ്രദീപൻ, സുകുമാരൻ, മൂലച്ചേരി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാസ്റ്റേഴ്സ് മീറ്റിൽ സ്വർണം നേടിയ TV തമ്പായിയെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പടന്ന ഗ്രാമപഞ്ചായത്തിലെ ഉദിനൂർ അരുവിരുത്തി വയലിൽ പഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ നടത്തിയ മാതൃകാത്തോട്ടത്തിന് പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവ്. 11ാം വാർഡിലെ അരുവിരുത്തിയിൽപ്പെട്ട ഗംഗ, യമുന, കതിർ തുടങ്ങിയ 3 JLG കൂട്ടായ്മകളാണ് കൃഷി ചെയ്തത്.
കുടുംബശ്രീ ജില്ലാ മിഷന്റെ കണി പദ്ധതിയുടെ ഭാഗമായാണ് ചെറുതും വലുതുമായ വെണ്ട, കക്കിരി, പയർ, ചീര, വെള്ളരി തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾക്ക് പുറമെ ചെറുപയർ കൃഷിയും പ്രദേശത്തെ 4 ഏക്കറിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരുക്കിയത്. വെണ്ടകൃഷിയുടെ വിളവെടുപ്പ് അരുവിരുത്തി വയലിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പടന്ന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSലെ കുടുംബശ്രീ അംഗങ്ങൾ, പ്രത്യേകിച്ച് ഗംഗ, യമുന, ഈ 2 JLGയിലെ കാർഷിക രംഗത്ത് വളരെ സജീവമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൃഷി ഇറക്കുകയും നല്ല നിലയിൽ വിളവെടുപ്പ് ചെയ്യുന്ന പ്രവർത്തകരാണ് ഈ ഗംഗയും യമുനയും JLG അംഗങ്ങൾ. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സിറീന അധ്യക്ഷയായി. കക്കിരി, ചീര കൃഷിയുടെ വിളവെടുപ്പ് പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D ഹരിദാസ്, CDS ഉപാധ്യക്ഷ EV ചിത്ര, PV അശ്വതി എന്നിവർ സംസാരിച്ചു. JLG കൂട്ടായ്മകളുടെ ഭാരവാഹികളായ CK പുഷ്പ, M ലക്ഷ്മി, K ഓമന, UK നാരായണി, N ശശികല, NK ജ്യോതി എന്നിവർ പച്ചക്കറി വിളവെടുപ്പിന് നേതൃത്വം നൽകി. മാത്തിൽ വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് ഇഫ്താർ സംഗമം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് ഇഫ്താർ സംഗമം നടത്തി. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചായ സൽക്കാരമോ മറ്റ് സൽക്കാരമോ കൊടുക്കുന്നതിനപ്പുറം ഈ നാടിനകത്ത് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മളെല്ലാം ചേർന്ന് ഇന്നിവിടെ ഈ ഇഫ്താർ വിരുന്നിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു. ഇഫ്താർ എന്ന അറേബ്യൻ വാക്കുകളിൽ നിന്നാണ്. K അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. A അനിൽകുമാർ, മാത്തിൽ മസ്ജിദ് ഖതീബ് മുബഷീർ ബാഖവി, K പങ്കജാക്ഷൻ, VV ഭാസ്കരൻ, KV പവിത്രൻ, VV ശോഭന, KA കബീർ, K നാരായണൻ, പെരിങ്ങോം ഹാരിസ്, CV പ്രമോദ്, KE വിനോദ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നോമ്പ് തുറക്കലും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വീണ് കിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരികെ നൽകി മുതിയലത്തെ വി രാജൻ മാതൃകയായി. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് രാജന് വഴിയിൽ നിന്നും സ്വർണ്ണാഭരണം വീണ് കിട്ടിയത്. കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷബീന ടീച്ചറുടെ കൈച്ചെയിനാണ് കളഞ്ഞുപോയത്. കണ്ടങ്ങാളി ശ്രീ ചട്ടിയൂർ ഭഗവതി മുത്തപ്പൻ മടപ്പുരയിലെ പ്രധാന കോലക്കാരനും പാനൂർ സ്വദേശിയുമായ നിജിനെ 500 സ്ഥാനപ്പേര് നൽകി പട്ടും വളയും നൽകി ആദരിച്ചു. ചിറക്കൽ കോവിലകം ഉത്രട്ടാതി തിരുനാൾ CK രാമവർമ്മ വലിയ രാജയാണ് പട്ടും വളയും നൽകിയത്. ചിറക്കൽ കോവിലകം ഉത്രട്ടാതി തിരുനാൾ CK രാമവർമ്മ വലിയ രാജയാണ് പട്ടും വളയും നൽകി നിജിനെ ആദരിച്ചത്. ചിറക്കൽ കോവിലകം കുടുംബാംഗം CK സുരേഷ് വർമ്മ, മടപ്പുരയിൽ നിന്നെത്തിയ മടയന്മാർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിന് സാക്ഷികളായി. ആചാര ചടങ്ങിന് ശേഷം കണ്ടങ്ങാൾ ശ്രീ ചട്ടിയൂർ ഭഗവതി മുത്തപ്പൻ മടപ്പുരയിലെത്തിയ നിജിൻ 500 മടയന്മാരും മടപ്പുര കമ്മിറ്റി അംഗങ്ങളും ആചാരപ്പേര് വിളിച്ചു. തുടർന്ന് നിജിൻ 500 കണ്ടങ്ങാൾ ശ്രീ ചട്ടിയൂർ ഭഗവതി മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും പാനൂരിലെ വീട്ടിലേക്ക് ആനയിച്ച് അരിയെറിഞ്ഞ് കുടുംബാംഗങ്ങളും നാട്ടുകാരും ആചാരപ്പേര് വിളിച്ച് സ്വീകരിക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും IRPC ചെറുപുഴ ലോക്കൽ ഗ്രൂപ്പിന്റെയും കണ്ണൂർ ജില്ലാ ആശുപത്രി സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും നടന്നു. IRPC പെരിങ്ങോം സോണൽ രക്ഷാധികാരി KD അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും IRPC ചെറുപുഴ ലോക്കൽ ഗ്രൂപ്പിന്റെയും കണ്ണൂർ ജില്ലാ ആശുപത്രി സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും നടന്നു. ചെറുപുഴ AK ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് IRPC പെരിങ്ങോം സോൺ രക്ഷാധികാരി KD അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. IRPC ചെറുപുഴ ലോക്കൽ ഗ്രൂപ്പ് ചെയർമാൻ M ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രി ഒപ്താൽമിക് സർജൻ ഡോക്ടർ സന്ധ്യ റാം, S ശ്രീകലകുമാരി, ശുഭ സുനിൽ, മുഹമ്മദ് ഷെരീഫ്, KM ശ്രീകാന്ത്, P സജികുമാർ, P സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ BMLP സ്കൂൾ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ UKG ഗ്രാജുവേഷൻ ആൻഡ് അഡ്മിഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ലസിത സാമുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 126 വർഷക്കാലത്തെ അക്കാദമിക മികവുമായി മുന്നേറുന്ന BMLP സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ ഗ്രാജുവേഷൻ സെറിമണി നടന്നു. സ്കൂൾ പ്രധാന അധ്യാപിക ലസിത സാമുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രമ്യ അനൂപ് സംസാരിച്ചു.
സ്കൂളിലെ 45 UKG വിദ്യാർത്ഥികൾക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്, മെഡൽ എന്നിവ വിതരണം ചെയ്തു. 1ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ക്യാമ്പയിനും നടന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കി. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും. നർത്തകൻ RLV രാമകൃഷ്ണനെതിരെ നടന്ന അധിക്ഷേപത്തിനെതിരെ പയ്യന്നൂരിൽ പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം. നർത്തകിയും ചിത്രകാരിയുമായ ലീജ ദിനൂപ് പ്രതിഷേധ മോഹിനിയാട്ടം അവതരിപ്പിച്ചു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ പരിപാടി. രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച്. മാർച്ചിൽ പങ്കെടുത്തത് 100 കണക്കിന് ആളുകൾ. വലിയപറമ്പ് കൗവായിക്കായലിൽ മത്സ്യബന്ധനത്തിനായി തൊഴിലാളികൾ ഇറക്കിയ വലകൾ ഹൌസ് ബോട്ട് ഓടിച്ച് കയറ്റി നശിപ്പിച്ചതായി മത്സ്യത്തൊഴിലാളികൾ. നശിച്ചത് 6ഓളം മത്സ്യത്തൊഴിലാളികളുടെ വലകൾ. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.